ഭീകരാക്രമണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ NIAക്ക് ലഭിച്ചു. അൽ-ഫലാഹ് സർവകലാശാല ചെയർമാനും സർവകലാശാല രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചുവെന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, അതായത് ഈ അൽ-ഫലാഹ് ഒരു വലിയ കേന്ദ്രമായി അവിടെ നിൽപ്പാണ്. തുടക്കം മുതൽ തന്നെ സംശയത്തിൻ്റെ കേന്ദ്രം. അവിടെ കണ്ട കാഴ്ചകൾ ശ്രീകാന്ത് തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നതുമാണ്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകുന്നു. പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് എന്തെന്ന് ശ്രീകാന്ത്? കൃഷ്ണരാജ, ഈ അൽഫല ആശുപത്രിയും മെഡിക്കൽ ആശുപത്രിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ചെയർമാനും രജിസ്ട്രാറും ഒക്കെ ലക്ഷണമൊത്ത ഭീകര സംഘടനയിലെ അംഗങ്ങളുമാണ് എന്ന് തെളിഞ്ഞു വരികയാണ്. അത് മറനീക്കി പുറത്തു വരികയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിൻ്റെ ചെയർമാനും രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. സ്വാഭാവികമായും ഇവർക്ക് ഇന്ത്യയിലെ ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ഈ ബിസിനസ് സംരംഭം, ഇന്ത്യയിലെ ഇത്രയധികം സൗകര്യങ്ങൾ, ഇതിനെല്ലാം അപ്പുറം ഇവർക്ക് എന്താണ് ഇത്ര ദരിദ്ര രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും കിട്ടുന്നത് എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമാണ്. സ്വാഭാവികമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള ഇവരെ NIA കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടെ ഇയാളുടെ വീട് അനധികൃതമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വൈകാതെ അവിടേക്കുള്ള ബുൾഡോസർ എത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്നത് ഇവർ രണ്ടുപേരും എന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ്. അതിനുള്ള വിശദീകരണം ഇവർ NIAക്ക് മുൻപാകെ നൽകിയേ തീരൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഭീകരരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വിദേശത്തെ ഹാൻഡ്ലർമാരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അവരുടെ പേര് ഇപ്രകാരമാണ്. 2 പ്രധാനപ്പെട്ട ആളുകളാണ്. ഒന്ന് ഫൈസൽ ഇഷ്ഫാഖ് ഭട്ട്, ഡോക്ടർ ഉകാഷ എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പാക് അധീന കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലുമാണ് ഇവരുള്ളത് എന്നിപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹാൻഡലർമാരാണ്, വിദേശത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഹാൻഡലർമാരാണ് ഇവർ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. വിദേശത്തുള്ള ഇവർ ഇന്ത്യയിലെ നെറ്റ്വർക്കിൽ ഉള്ളവരുമായി നിരന്തരം ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ ഫരീദാബാദ് മൊഡ്യൂൾ മാത്രമല്ലാതെ മറ്റും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഫോൺ കോൾ ഇവർക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത് ഈ അൽഫല ആശുപത്രി കേന്ദ്രമാക്കി പാകിസ്ഥാന്റെ അനുഗ്രഹാശിസ്സുകളോടെ നടന്ന സ്ഫോടനമാണിത് എന്ന് കൃത്യമായി പകൽ പോലെ വ്യക്തമാവുകയാണ്. ശരി, ഡൽഹി ഭീകരാക്രമണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചത്. അൽ-ഫലാഹ് സർവകലാശാലയുടെ ചെയർമാനും രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.